ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി എന്ന് നോക്കാം. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ട് ആ പൈസ കിട്ടാതിരിക്കുകയല്ലേ. അതായത് തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുക, അല്ലെങ്കിൽ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുക, അങ്ങനെയുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. കാരണം ഈ കാർഡ് വരാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അതായത് 7 ഓഫ് പെൻറ്റക്കിൾസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് എനർജിയാണ്. അതായത് നമുക്ക് കിട്ടാനുള്ള പൈസയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾക്ക് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞ പൈസ ആയിരിക്കാം, അല്ലെങ്കിൽ സാലറി വരാൻ വൈകുന്ന പൈസ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന പൈസ നിങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല. ആ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന കുറച്ച് പേരെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. 7 ഓഫ് പെൻറ്റക്കിൾസ് ഫസ്റ്റ് കാർഡ്. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. സെക്കൻഡ് കാർഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വില്ലിങ് ആവുന്ന എനർജിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന, മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ മറ്റുള്ളവരോട് വളരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹം തോന്നുക, കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക, ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരിക, വളരെ സ്നേഹം തോന്നുക. ഇതൊരു മദർലി എനർജിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയുള്ളൊരു സ്നേഹം തോന്നത്തില്ലേ, ആ എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ്. എല്ലാവരെയും സഹായിക്കാൻ തോന്നുന്ന ഒരു എനർജിയാണ് കേട്ടോ. അതാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഹീലിംഗ് നടക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീപ്ലി വൂണ്ടഡ് ആയിട്ടുള്ള കുറേ ഏരിയാസ്, ചില ഏരിയാസ് കാണും. ചിലപ്പോൾ കുഞ്ഞുനാളിൽ നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള വൂണ്ടുകളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തത്, മെൻ്റലി അബ്യൂസ് ചെയ്തത്, സെക്ഷലി അബ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ വലുതായതിന് ശേഷം ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ ഒരു ഡിപ്രഷനിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും അതൊരു ഹീൽ ചെയ്യപ്പെടാത്ത മുറിവായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഹീലിംഗ് എനർജി നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളിപ്പോൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിൽ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് വരികയോ, അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ അതോർത്ത് വേദനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ക്വീൻ ഓഫ് കപ്സ്. ഹീലിംഗിൻ്റെ എനർജിയാണിത് കേട്ടോ. അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. എല്ലാവരോടും വളരെ വാത്സല്യത്തോടുള്ളൊരു സ്നേഹം തോന്നാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് കപ്സ്, നിങ്ങൾ കാത്തിരുന്ന ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ഇത് ഈ ക്വീൻ ഓഫ് കപ്സിനകത്തെ അമ്മയുടെ എനർജിയാണ് കേട്ടോ. ചിലപ്പോൾ അമ്മയെ കാണുക, അമ്മയുമായിട്ട് സംസാരിക്കുക, അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മദർലി നേച്ചർ ഉണ്ടെന്നുള്ളത് കൂടാതെ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് അമ്മയുമായിട്ട് കാണുന്നതും അമ്മയിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുന്നതും അമ്മയുമായിട്ടുള്ള ചിറ്റ്ചാറ്റുകളൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ആളുകളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. അതായത് കാർമിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയിപ്പോയിട്ടുള്ള ആളുകൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ നടക്കാൻ കുറേ സമയമെടുക്കും. കാരണം ആ കാർമിക് സിറ്റുവേഷൻ എൻഡായിട്ട് അതിൻ്റെ വൂൺസ് എല്ലാം ഹീൽ ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ ഹീൽ ചെയ്യപ്പെടുന്ന സമയം വരെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കും. അതിനുശേഷമാണ് ഈ ആൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരത്തുള്ളൂ. ഇനി ഇൻ കേസ് ഈ ആൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതേ കാർമിക് സിറ്റുവേഷൻ എൻഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇതേ പാറ്റേണിലുള്ള മറ്റാളുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും നൈറ്റ് ഓഫ് കപ്സിന് എനർജി വരും. അതായത് ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുക, ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആ പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ആ ഒരു ബ്രേക്കപ്പിലും ആ ഹാർട്ട് ബ്രേക്കിലും നിങ്ങൾ ആ പാഠം പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ പാഠം പഠിപ്പിക്കാൻ അതേ പാറ്റേണിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും. അപ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അതേ പാഠം പഠിപ്പിക്കാൻ വന്നിട്ടുള്ള മറ്റൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ. 4 ഓഫ് പെൻറ്റക്കിൾസ്, ഇത് പണം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം, പണം സേവ് ചെയ്യണം.
അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത്. ഇവിടെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ പണം ചിലവാക്കുമ്പോൾ ഇന്ന് ഒരു പിശുക്കത്തരം കാണിക്കണം എന്നാണേ. അത് കൊച്ചു കാര്യങ്ങളിൽ മാത്രമല്ല, വലിയ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. അതായത് നിങ്ങൾ കുഞ്ഞു സാധനങ്ങൾ മേടിക്കുമ്പോൾ വില പേശി മേടിക്കുകയും, എന്നാൽ വലിയ സാധനങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവിടെ ഒരു പേശിലും ഇല്ല, ഒന്നുമില്ല, അവർ പറയുന്ന തുക കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ കൊച്ചു പൈസയിൽ സേവ് ചെയ്തിട്ട് വലിയ പൈസയിൽ കൊണ്ട് ലോസ് ചെയ്യുന്ന എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യരുത്. നമ്മൾ പണം എപ്പോഴും മാക്സിമം നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മെറിറ്റും അവരുടെ മെറിറ്റും പോകാത്ത രീതിയിൽ സംസാരിച്ച് അവർക്ക് നെഗോഷ്യബിൾ ആണെങ്കിൽ മാത്രമേ അവരതിലോട്ട് നമ്മുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ബാലൻസിലുള്ള ഒരു എമൗണ്ട് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ പണത്തിന് വേണ്ടിയിട്ട് ഇനി ചിലപ്പോൾ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പൈസയുടെ ഒരു പരിമിതി കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ ഇന്നൊരു ഒറ്റപ്പെട്ടിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാൻ മീൻസ് നമുക്ക് മറ്റുള്ളവരോട് മിണ്ടാൻ ഒരു മടി തോന്നുക, മറ്റുള്ളവരോടെല്ലാം വിട്ട് പറയാൻ മടി തോന്നുക, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാൻ മടി തോന്നുക, ആ ഒരു എനർജി കൂടി ഉണ്ട് കേട്ടോ. ചില മനുഷ്യർക്ക് കമ്മ്യൂണിക്കേഷനിലും എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ ഒരു വിമുഖത തോന്നാൻ സാധ്യതയുണ്ട്. ഇവിടെ കയ്യിലുള്ളതെല്ലാം മറ്റവർക്ക് കൊടുക്കാൻ മടിയില്ലാത്ത ഒരാളെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് സെക്ലൂഡഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളെ കാണുന്നുണ്ട് കേട്ടോ. മേ ബി പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും നമ്മൾ കുറച്ചൊരു മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മറ്റുള്ളവർ സ്പെൻഡ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ക്വീൻ ഓഫ് വാൺസ് നമ്മൾ എന്താണ് ഒരു ചിന്താഗതികളിൽ മാറ്റം വരുന്ന ഒരു എനർജി, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന എനർജിയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം ഒരു വല്ലാത്ത മാറ്റത്തിലൂടെ കടന്നു പോകുന്നതായിട്ടും നമ്മൾ വല്ലാതെ ട്രാൻസ്ഫോംഡ് ആയതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് റോഡ്സ്. പിന്നെ നമ്മളിലുള്ള ഒരു മാജിക്ക് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് നമ്മളോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നാൻ സാധ്യതയുണ്ട്. നമ്മളോട് വല്ലാത്തൊരു നമ്മുടെ അടുത്ത് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുമെന്നോ ഒക്കെ ഒരു ഫീലിംഗ് ആളുകൾക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ക്വീൻ ഓഫ് റോഡ്സ് പറയുന്നത്. ഈ ക്വീൻ ഓഫ് കപ്പിനകത്തും അതേ എനർജി ഉണ്ട്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും, സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഴപ്പം അവർക്ക് നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, പക്ഷേ നമുക്ക് ഇതേ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മളും ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സ്വോർഡാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു യാത്രയാണ്. മേ ബി നിങ്ങൾ യാത്ര പോകുമ്പോൾ വളരെ ബ്ലോക്കൊക്കെ കിട്ടുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അതായത് മടുത്തു പോകുന്നൊരു യാത്രയാണ്. അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്തൊരിടത്തുനിന്ന് സമാധാനം തേടിയുള്ളൊരു യാത്ര എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ ദുരിതം പിടിച്ച യാത്ര എന്നൊക്കെയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ബ്ലോക്ക് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിർത്തി പോകുമ്പോൾ നമ്മൾ മടുത്തു പോകത്തില്ല. അത്തരത്തിലൊക്കെ ഉള്ളൊരു എനർജിയാണ് 6 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. ഇതൊരു റീലൊക്കേഷൻ്റെ ആണ്. ചിലപ്പോൾ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം. ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നതായിരിക്കാം, ട്രാൻസ്ഫർ കിട്ടുന്നതായിരിക്കാം, ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, വാടക വീട്ടിൽ നിന്ന് വേറെ വാടക വീട്ടിലേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് മാറി താമസിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു റീലൊക്കേഷൻ്റെ ഒക്കെ കാര്യമാണ് കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാം എടുത്തുകൊണ്ട് കെട്ടിപ്പെറുക്കി പോകാമെന്നൊക്കെ പറയത്തില്ല, അത്തരത്തിലുള്ളൊരു എനർജിയും കൂടിയാണ് 6 ഓഫ് സ്വോർഡ്. അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്. അത് ഒരു സമാധാനമില്ലായ്മയിൽ നിന്ന് സമാധാനത്തിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. യാത്ര കുറച്ച് ദുഷ്കരമൊക്കെ ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു വിൽ ബി ഹാപ്പി. ഓക്കെ. ദെൻ 10 ഓഫ് വാൺസ് ആണ്. ഇത് കുറച്ച് ഓവർ ബേർഡൻഡ് ആവുന്നതാണ്. ചിലപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്നുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, തലയിൽ ഒരുപാട് ബാധ്യത ഇരിക്കുന്ന പോലെയാണ് 10 ഓഫ് വാൺസ് പറയുന്നത്. ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ്റെ എൻഡാണ്. 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡായിട്ടാണ് കാണുന്നത്. കുറച്ചൊരു ഹെക്റ്റിക് ആയിരിക്കും, ഒരുപാട് ജോലികളൊക്കെ ചെയ്യാനുണ്ടായിരിക്കും, ഒരുപാട് കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു മടുപ്പ്, അതായത് ജോലി ചെയ്ത് മടുക്കുക എന്ന് പറയുന്നൊരു എനർജി ഇല്ലേ, അത്തരത്തിലുള്ളൊരു എനർജിയാണ് 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. തലയിൽ എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം എടുക്കുന്നൊരു എനർജിയാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് പൈസ ഇങ്ങോട്ട് കിട്ടാനും ടേക്കിങ്ങും ഷെയറിങ്ങും ഗിവിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. റിസീവിങ് ആൻഡ് ഗിവിങ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇനി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും, അങ്ങോട്ട് കൊടുത്തോണ്ടിരുന്നതാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായോ? അതായത് ഇത്രയും നാൾ നമ്മൾ അങ്ങോട്ടാണ് കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇത്രയും നാൾ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് അങ്ങോട്ട് കൊടുക്കാനും
സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടാനും കൊടുക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. വളരെ ജനറസ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി നമ്മുടെ കയ്യിൽ ധാരാളം പണം വരുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം എന്നൊരു എനർജിയും കൂടിയുണ്ട് കേട്ടോ. അതൊക്കെയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി നമ്മളിന്ന് കുറച്ച് സ്റ്റേബിൾ ആകും. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകും. പക്ഷെ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അർഹതയുള്ള ആളുകൾക്ക് അത് കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഇന്നൊന്ന് ചെക്ക് ചെയ്യണം, നമ്മൾ വിനിമയം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകൾക്കാണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്നും കൂടിയാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് സോഡാണ്. ഇതൊരു ഒരു ട്രാപ്പ് എനർജിയാണ്. വിക്റ്റിമായി പോയി എന്ന് തോന്നുന്നൊരു എനർജിയാണ്, പെട്ടുപോയി എന്ന് തോന്നുന്നൊരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളിന്ന് മറ്റുള്ളവരുടെ ജോലികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളിന്ന് ട്രാപ്പിലായി പോയി എന്നൊരു ഫീല് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു എനർജിയോ അല്ലെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതാണ് പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കാത്തൊരു എനർജിയൊക്കെയാണ് 8 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എൻട്രാപ്മെൻറ്റിൻ്റെയും വിക്റ്റിമായി പോയി എന്ന് തോന്നുന്നതിൻ്റെയൊക്കെ എനർജിയാണ് 8 ഓഫ് സ്വോർഡ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.